ൊപ്പം ശ്രീ കെ എൻ ഗോപിനാഥ് ഉണ്ട്. CITUവിൻ്റെ നേതാവാണ്. അദ്ദേഹം തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടും. ശ്രീ കെ എൻ ഗോപിനാഥ്, ഞങ്ങൾ ഇന്ന് 2 വാർത്തകൾ സംപ്രേഷണം ചെയ്തു. ഒന്ന്, എല്ലാ ട്രേഡ് യൂണിയനുകളിലും പെട്ട ചില പ്രാദേശിക നേതാക്കൾ ചേർന്നൊരു ചെറുപ്പക്കാരനെ അടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്താണ്. നോക്കുകൂലിയാണ് വിഷയം. പോലീസിൽ കേസുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ലക്ഷ്മി തത്സമയം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ റിഫൈനറിയിൽ BPSൽ ലോഡ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ഈ CITUവിൽ പെട്ട ഒരാളെ കൂടി ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകണം. അവർക്ക് ചെയ്യാത്ത പണിക്ക് പൈസ കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട് എതിർത്തപ്പോൾ ഇവർ BMS ആണ് അച്ഛൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ BPSൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നൊരു തിട്ടൂരം എന്തോ ഇറക്കി. ഈ ലക്ഷ്മിയുടെ പണി കളഞ്ഞു എന്നാണ് ലക്ഷ്മിയുടെ പരാതി. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷിക്കണം ശ്രീ കെ എൻ ഗോപിനാഥ്. കാരണം ലക്ഷ്മിയെപ്പോലെയുള്ള പെൺകുട്ടികൾ ട്രക്ക് ഓടിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ ഇൻസ്പിറേഷൻ ആണല്ലോ. അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് ശ്രീ കെ എൻ ഗോപിനാഥ്? അല്ല അരുണ്, ഇതിനകത്ത് ഈ 2 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും CITUവിന് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായത്തോടാണ് യോജിപ്പ്. ഒരു കാരണവശാലും നോക്കുകൂലി കേരളത്തിൽ വാങ്ങാൻ പാടില്ല. അത് CITUവിന്റെ പേരിലാണെങ്കിലും ഏത് ട്രേഡ് യൂണിയന്റെ പേരിലാണെങ്കിലും അത് നടക്കാൻ പാടില്ല എന്നുള്ളത് കർശനമായ നിലപാട് CITU അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ എടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ എന്തെങ്കിലും പോളത്തരം കൊണ്ട് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കർശനമായ നടപടി ഞങ്ങൾ അന്വേഷിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കർശനമായ നടപടി ഉണ്ടാവണം ശ്രീ ഗോപിനാഥ്. കാരണം ആ ചെറുപ്പക്കാരന്റെ ഇടത്തെ കണ്ണിൽ സ്റ്റിച്ച് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അവിടേക്ക് എന്തോ അടിക്കുകയാണെന്ന് പറഞ്ഞത്. കർശനമായ നടപടി ഞങ്ങൾ എടുക്കാം. 10 ലക്ഷം രൂപ KSFയിൽ നിന്ന് ലോൺ എടുത്തൊരു കട തുടങ്ങിയതാ ഒരു ചെറുപ്പക്കാരൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെ നോക്കുകൂലി ചോദിച്ചിട്ടാണ് അയാളെ അടിച്ചതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ചോദിച്ച ആള്, നോക്കൂലി ചോദിച്ച ആള്, അത് വാങ്ങിയ ആള് ഈ സംഘടനയിൽ CITUവിൽ ഉണ്ടാവില്ല. അത് ഞങ്ങൾ ഉറപ്പുവരുത്താം. 3 സംഘടനയിലും പെട്ട ആൾക്കാരുണ്ട് കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കണം. ഞങ്ങൾ ഉറപ്പ് തരുത്താം. എല്ലാ സംഘടനകളും പൊതുവെ ആ കാര്യത്തിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കേരളത്തിൽ ഉണ്ടെന്നാണ് എനിക്കറിയാവുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ ഒരു സംഘടനയ്ക്കും പെരുമാറാൻ അവകാശമില്ല. അതിൽ ഏതൊരു അംഗമാണെങ്കിലും അത് പോസിറ്റീവ് കാര്യമാണ് ശ്രീ ഗോപിനാഥ്. അതിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും കൊച്ചി റിഫൈനറിയുടെ കേസില് സാധാരണ ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും വർഷങ്ങളായി പണിയെടുക്കുന്ന യൂണിയനുകൾ, ആ യൂണിയനുകളുടെ ഒരു മേധാവിത്വവും അതിന്റെ അഫിലിയേഷനും അതുപോലെ തന്നെ രജിസ്ട്രേഡ് ട്രേഡ് യൂണിയൻ ആയിരിക്കുമല്ലോ. രജിസ്ട്രേഡ് ട്രേഡ് യൂണിയൻ അല്ലാത്തവർക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ല. അത് ആ നിലയിൽ തന്നെ പ്രവർത്തിക്കണം എന്നുള്ള നിലയിൽ അവരവരുടെ ഒരു അംഗീകാരത്തിന് വേണ്ടി നിലപാടെടുക്കും. തൊഴിലിന്റെ കാര്യത്തിലും ആ തൊഴിൽ വേറെ ആളുകൾക്ക് പോകുന്ന രൂപത്തിലോ വേറെ യൂണിയന്റെ അവിഹിതമായിട്ടുള്ള ഇടപെടലിലൂടെ സ്വാധീനത്തിലൂടെ കയറി വരുന്നതിനെയൊക്കെ എതിർക്കും. പക്ഷെ എന്നാൽ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇവിടെ ലക്ഷ്മിയുടെ കേസ് സങ്കടകരമായിട്ടൊരവസ്ഥയാണ്. ഒരു സ്ത്രീ തൊഴിൽ രംഗത്തേക്ക് വരുന്നു, അവരൊരു ട്രക്ക് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ അവിടെ എന്താ വസ്തുത എന്ന് പരിശോധിച്ചിട്ടേ അത് പറയാൻ കഴിയൂ. അല്ല, അത് തീർച്ചയായിട്ടും പരിശോധിക്കുക മാത്രമല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി. ഇപ്പോൾ ഇതിനകത്തൊരു എനിക്കറിയാം ട്രേഡ് യൂണിയനുകൾ തമ്മിൽ വിവിധ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ മെസ്സേജ് തെറ്റായി പോകും. അവര് കപ്പം വാങ്ങുന്നു എന്നുള്ളൊരു പ്രാക്ടീസ്. കപ്പമൊന്നും ഒരു സ്ഥലത്തും വാങ്ങുന്നില്ല. ലോറി ഡ്രൈവർമാരും അതുപോലെ ലോറിയിലെ ക്ലീനർമാരും അടക്കമുള്ള പെട്രോൾ യൂണിറ്റ് ആയതുകൊണ്ട്, ഫാക്ടറി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പെട്രോൾ ഡീസൽ ഒക്കെ ഫില്ലിംഗ് സ്റ്റേഷനകത്തുള്ള തൊഴിലാളികളടക്കം ഹൗസ് കീപ്പിംഗ് ഉൾപ്പെടെ യൂണിയനകത്തുണ്ട്. വ്യത്യസ്ത കാറ്റഗറി യൂണിയനിൽപ്പെട്ടവർ അവിടെ ഇല്ലേ ശ്രീ ഗോപിനാഥ്? BMS ഇല്ല. BMS റെക്കഗ്നൈസ്ഡ് യൂണിയനേ അല്ല. അതുകൊണ്ട് എങ്ങനെ അത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഏതായാലും അത് പരിശോധിക്കാം. ഏതായാലും ആക്രമിക്കാനൊന്നും അവകാശമില്ലല്ലോ. മാത്രമല്ല ഈ ജോലി കളയുന്നതും കഷ്ടമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അവർ ജീവിക്കുന്നുണ്ട്. തർക്കമുണ്ടെങ്കിൽ അത് ആ തർക്കം രമ്യമായി പരിഹരിക്കപ്പെടേണ്ട ബോഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങളും താങ്കളൊന്ന് ശ്രദ്ധിക്കണം. താങ്കൾ യാത്രയിലാണെന്ന് എനിക്കറിയാം. ലക്ഷ്മിയുടെ കാര്യത്തിലും താങ്കൾ ശ്രദ്ധിക്കണം. കാര്യം അത് ഇനിയിപ്പോൾ മറ്റൊരു സംഘടനയിലാണെങ്കിൽ പോലും അതിനകത്തൊരു പോസിറ്റീവ് മെസ്സേജ് ഉണ്ട് ലക്ഷ്മിയുടെ കാര്യത്തിൽ. തീർച്ചയായിട്ടും പരിശോധിക്കാം. താങ്ക് യു.